എടാ, മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെട്രിക്സ് ഓപ്പറേഷനുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ രണ്ട് ഓപ്പറേഷനുകളാണ് ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്പറേഷൻ അഡീഷൻ, രണ്ടാമത്തത് സബ്സ്ട്രാക്ഷനും. പിന്നെ ഒരു മെട്രിക്സിനെ കോൺസ്റ്റന്റുമായി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്പറേഷനും പഠിച്ചു. അങ്ങനെ 3 ഓപ്പറേഷനുകൾ പഠിച്ചു. ഈ അഡീഷനിലും സബ്സ്ട്രാക്ഷനിലും നമ്മൾ പറഞ്ഞ കാര്യം, രണ്ട് മെട്രിക്സുകളുടെ ഓർഡറുകൾ സെയിം ആവുന്ന സമയത്ത് മാത്രമേ ആ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. അതായത് ഒരു 2x2 മെട്രിക്സ് ഉണ്ടെങ്കിൽ വേറൊരു 2x2 മെട്രിക്സ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ ഓർഡർ എങ്കിലും ചേഞ്ച് ആണെങ്കിൽ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനോ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനോ അവിടെ നടക്കൂല. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഏതെല്ലാം മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ഏതെല്ലാം ഓർഡർ മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചിരുന്നോ, എന്നാൽ മനസ്സിലാവും. അപ്പോൾ തൽക്കാലം രണ്ട് മെട്രിക്സുകൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട് എന്ന് കരുതിക്കോ. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാ 2 3 1 1 2 3 ഇതാണെന്ന് കരുതിക്കോ. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതിന് 2 റോകളാണുള്ളത്, 3 കോളംസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡറിന് നമുക്ക് 2/3 എന്ന് പറയാം. ശരിയല്ലേ? 2/3. എടാ, ഇനി ബി എന്ന് പറയുന്ന രണ്ടാമതൊരു മെട്രിക്സ് ഉണ്ടെന്ന് കരുതിക്കോ. ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു മെട്രിക്സ്, ഈ മെട്രിക്സ് ഇതാണ് 2 4 5 6 ആണെന്ന് കരുതിക്കോ. ഈ മെട്രിക്സിന്റെ ഓർഡർ നമുക്കറിയാം, 2 റോയും 2 കോളവും ഉള്ളതിനാൽ 2/2 ആണ്. ശരിയല്ലേ? അപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/3 ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണ്. നമുക്ക് എ ഇൻറ്റു ബി ചെയ്യണം എന്ന് കരുതുക. എ ഇൻറ്റു ബി ചെയ്യണം. ആദ്യം നമുക്ക് ഈ മെട്രിക്സുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഓക്കെ, അപ്പോ എന്റെ ഓർഡർ 2/3 ആണ്, ബിയുടെ ഓർഡർ 2/2 ആണ്. ഇതിനെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. ഇതിനെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. അത് എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി നേരെ തിരിച്ച് ബി ഇൻറ്റു എ ആണ് ചെയ്യേണ്ടത് കരുതിക്കോ. ബി ഇൻറ്റു എ ആണ് ചെയ്യേണ്ടത്. ബി ഇൻറ്റു എ ചെയ്യണം. അപ്പൊ എ ഇൻറ്റു ബി നമ്മൾ നോക്കി. അപ്പൊ എന്ത് കിട്ടി? എ ഇൻറ്റു ബി ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായി. ഇനി ബി ഇൻറ്റു എ നോക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്ര നോക്കാം. ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണ്. 2/2. ഇനി എയുടെ ഓർഡർ എന്താ? എയുടെ ഓർഡർ 2/3 എയുടെ ഓർഡർ 2/3 ഈ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എയും ബിയും തന്നു. ഇവിടെ എ ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതേസമയം ബി എ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് എന്ന് നോക്കോ. ഇവിടെ നോക്കുമ്പോ ബി എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണല്ലോ ആദ്യം എടുക്കുന്നത്, രണ്ടാമത് എടുക്കുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സും ആണ്. ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ആണിത്. നമ്പർ ഓഫ് കോളംസ്. ശരിയല്ലേ? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയുമാണിത്. ഇത് രണ്ടും സെയിം ആയി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെട്രിക്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മെട്രിക്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ചെയ്യും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? 2/3 ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോ വേറൊരു എക്സാമ്പിൾ കൂടി നോക്കിക്കോ. ഒരു 4/1 മെട്രിക്സ് ഉണ്ട് എന്ന് കരുതിക്കോ. വേറൊരു 1/2 മെട്രിക്സ് ഉണ്ട് എന്ന് കരുതിക്കോ. എന്താ അതിന്റെ അർത്ഥം? 4/1 എന്ന് പറഞ്ഞാല് ആ മെട്രിക്സിൽ 4 റോയും 1 കോളവും ഉണ്ട്. രണ്ടാമത്തെ ഈ മെട്രിക്സിൽ 1 റോയും 2 കോളവും ഉണ്ട്. ശരിയല്ലേ?
ഇവിടെ ആദ്യ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും ഈക്വലായി വന്നു. അങ്ങനെ ഈക്വലായി വന്നാൽ ഇതിനെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുകയും ചെയ്യും. എന്നിട്ട് റിസൾട്ടന്റ് ആയി കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും പോയാൽ ബാക്കി എന്തുണ്ട്? 4/2 ഉണ്ട്. അപ്പോ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 4/2 ആയിരിക്കുകയും ചെയ്യും. കേട്ടാ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ ഒരു 2/3 മെട്രിക്സ് ഉണ്ട്, വേറൊരു 3/4 മെട്രിക്സ് ഉണ്ട്. ഇതിനെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം ഇതും ഈക്വൽ ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? 2/4 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. എന്താ കിട്ടുക? 2/4 മെട്രിക്സ്. അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ പഠിക്കേണ്ട സാധനം. എന്ത്? ആദ്യത്തെ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും സെയിം ആണെങ്കിൽ മാത്രമേ ആ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോ ഒരു പക്ഷേ ചില സമയങ്ങളിൽ AB എന്ന് പറയുന്ന ക്രിയ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അതേ സമയത്ത് BA ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ? ഈ പറഞ്ഞ രണ്ടെണ്ണം സെയിം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോ എപ്പോഴും നോക്കേണ്ടത് ആദ്യ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും സെയിം ആണോ എന്ന് നോക്കണം. അങ്ങനെ സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ആ മെട്രിക്സുകളെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. കേട്ടാ. ഇനി നോക്ക്, 2-3 എക്സാമ്പിളുകൾ പറയാം. ഒരു 2/1 മെട്രിക്സും ഒരു 2/1 മെട്രിക്സും ഒരു 1/3 മെട്രിക്സും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും. 2/3. വേറെ എക്സാമ്പിൾ നോക്ക്. ഒരു 2/4ഉം ഒരു 4/3ഉം തമ്മിൽ നമുക്ക് എന്താക്കാം? മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ അവിടെയും എന്തായിരിക്കും? 2/3 ആയിരിക്കും. ഇനി വേറൊന്ന്, ഒരു 2/2 മെട്രിക്സും വേറൊരു 2/5 മെട്രിക്സും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം ഇത് രണ്ടും സെയിം ആണ്. അങ്ങനെ സെയിം ആയാൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/5 മെട്രിക്സ് ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ നോക്ക്. ഒരു 3/2 മെട്രിക്സും ഒരു 2/1 മെട്രിക്സും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/1 ആയിരിക്കും. കേട്ടല്ലോ. അതേസമയം ഒരു 3/4 മെട്രിക്സും ഒരു 3/2 മെട്രിക്സും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റൂല? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കൂല, കാരണം ഇത് രണ്ടും അവിടെ സെയിം അല്ല. ഇനി വേറൊരു 3/2 മെട്രിക്സും ഒരു 3/2 മെട്രിക്സും തമ്മിലും എന്ത് ചെയ്യാൻ പറ്റൂല? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല, കാരണം ഈ രണ്ട് നമ്പറുകൾ ഇവിടെ സെയിം അല്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കൂല എന്നുള്ളതാണ്. അതിന്റെ ശേഷം മാത്രമേ എന്തിലേക്ക് പോകാവൂ? മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാവൂ. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്താം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കിക്കോ. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അത് 1 2 3 4 ആണെന്ന് കരുതിക്കോ. കാണുമ്പോഴേ മനസ്സിലായിക്കോളാം ഇതെന്താണ്? ഒരു 2/2 മെട്രിക്സ് ആണ്. ഇനി B എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് ഉണ്ട്. B എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് 0 1 3 4 ആണെന്ന് കരുതിക്കോ. ഇതും കാണുമ്പോൾ അറിയാം 2/2 മെട്രിക്സ് ആണ്. ശരിയല്ലേ? രണ്ടും 2/2 മെട്രിക്സുകളാ. ഇതിനെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂലേ? നോക്ക്, ഒരു 2/2 അടുത്ത 2/2, ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാം. റിസൾട്ടന്റിന്റെ എന്തായിരിക്കും? 2/2 തന്നെ ആയിരിക്കും റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡറും. അപ്പോ ജനറലി ഒരു 2/2 മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? അതിലുള്ള എലമെന്റുകളെ A11 A12 A21 ആൻഡ് A22 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് AB എന്ന് പറയുന്ന മെട്രിക്സ്. ഈ രൂപത്തിലാണ് വരിക എന്നുള്ളത് നോക്കിക്കോ. ഇനി എങ്ങനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്ക്. ആദ്യം ചെയ്യേണ്ടത് ഈ A എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ലേ, അതിനെ നമ്മൾ റോ ബേസിൽ ഇതുപോലെ കട്ട് ചെയ്യണം. കേട്ടാ. ഇപ്പൊ ഈ എക്ക് പകരം ഇങ്ങനെയാണെന്ന് കരുതിക്കോ. A എന്ന് പറയുന്നത് 1 3 3 4 5 6 ആയിരുന്നു എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഇതുപോലെ റോ ബേസിൽ കട്ട് ചെയ്യണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോ ആദ്യത്തെ മെട്രിക്സിനെ ഇതുപോലെ എന്താക്കുക? റോ ബേസിൽ കട്ട് ചെയ്യുക. ഇതാണ് ആദ്യത്തെ പണി.
ഇനി രണ്ടാമത് ചെയ്യേണ്ടത് രണ്ടാമത്തെ മെട്രിക്സിനെ കോളം ബേസിലും കട്ട് ചെയ്യാം. രണ്ടാമത്തെ മെട്രിക്സിനെ കോളം ബേസിൽ കട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ബി ഇതല്ല, ബി ഇതിന് പകരം ഇങ്ങനെ ആയിരുന്നു എന്നിരിക്കോ, 1 2 3 4 5 6 ഇങ്ങനെ ആയിരുന്നു എന്നിരിക്കോ. അപ്പൊ ഇതിനെങ്ങനെ കട്ട് ചെയ്യും? ഇതാ കോളം ബേസിൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആദ്യത്തെ മെട്രിക്സിനെ റോ ബേസിൽ കട്ട് ചെയ്യണം, രണ്ടാമത്തെ മെട്രിക്സിനെ എങ്ങനെ കട്ട് ചെയ്യണം? കോളം ബേസിലും കട്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടാ. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ. അങ്ങനെ നമ്മൾ കട്ടൊക്കെ ചെയ്തു. ഇവിടെ ഇതാ ഇങ്ങനെ കട്ടൊക്കെ ചെയ്തു. ഇനി നമ്മൾ റിസൾട്ടന്റ് മെട്രിക്സിലേക്ക് പോയോ. ആദ്യം എന്താ? A11. എന്താണ് A11 എന്നുള്ളതിന്റെ അർത്ഥം? A11 എന്ന് പറഞ്ഞാൽ ആദ്യ റോയിലെ ആദ്യ കോളത്തിലെ എലമെന്റ് ആണ്. ആദ്യ റോയിലെ ആദ്യ കോളത്തിലെ എലമെന്റ് എന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതിൽ ആദ്യ റോ 1 2, ഇതിൽ ആദ്യ കോളം 0 3, ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ A11 എന്ന് പറഞ്ഞാൽ ആദ്യ റോയിലെ ആദ്യ കോളത്തിലെ എലമെന്റ്. ഇതിലിതാ ആദ്യ റോ ഇതാണ്, ആദ്യ കോളം ഇതാണ്, അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നോക്ക്. ഇവിടെ ആദ്യത്തെ എലിമെന്റ് 1 അല്ലേ, ഇവിടെ ആദ്യത്തെ എലിമെന്റ് 0 അല്ലേ. 1 into 0 ഗുണിക്കുക. എന്ത് ഗുണിക്കണം? 1 into 0 പ്ലസ് 2 into 3. ഇതിലെ രണ്ടാമത്തത്, ഇതിലെ രണ്ടാമത്തത്. അപ്പൊ 2 into 3. ഇത് ആഡ് ചെയ്ത് എന്താണോ കിട്ടുന്നത് അതായിരിക്കും A11ന്റെ വാല്യൂ. ഇനി A12ന്റെ വാല്യൂ എന്താണെന്ന് നോക്ക്. A12ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? ആദ്യ റോയും രണ്ടാമത്തെ കോളവും. അതാണ് 1 എന്ന് പറയുന്നത് ആദ്യത്തെ റോ, 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോളം. അപ്പോ ആദ്യ റോ ഇത്, രണ്ടാമത്തെ കോളം ഇത്. അപ്പൊ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഫസ്റ്റത്തെ എലമെന്റ് 1, ഇവിടെ ഫസ്റ്റത്തെ എലമെന്റ് 1, 1 into 1 ചെയ്യാ. 1 into 1 പ്ലസ് ഇവിടെ എന്താ 2 2 2 into 4. ഓക്കെ, ഇതിലെ ഫസ്റ്റ് എലമെന്റ്, ഇതിലെ ഫസ്റ്റ് എലമെന്റ്, ദാറ്റ് ഈസ് 1 into 1. ഇതിലെ സെക്കൻഡ് എലമെന്റ്, ഇതിലെ സെക്കൻഡ് എലമെന്റ്, ദാറ്റ് ഈസ് 2 into 4. രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇനി എങ്ങനെ A21 കിട്ടും നോക്ക്. A21 എങ്ങനെ കിട്ടും? ഈ ആദ്യത്തെ മെട്രിക്സിലെ രണ്ടാമത്തെ കോളം, അതാണ് ഈ 2. രണ്ടാമത്തെ കോളം അല്ല, സോറി, രണ്ടാമത്തെ റോ. 1 എന്താ? ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ആദ്യത്തെ റോ കോളം. അപ്പൊ എങ്ങനെ കിട്ടും? 3 into 0. എന്താ കിട്ടുക? 3 into 0 പ്ലസ് 4 into 3. 4 into 3. അത് ചെയ്താൽ A21 കിട്ടി. ഇനി എന്താ A22 എന്ന് പറഞ്ഞാൽ എന്താ? A22 രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം, രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം. എന്താ? ഫസ്റ്റ് 3 into 1, 3 into 1 പ്ലസ് 4 into 4, 4 into 4. ഇനി അത് കൂട്ടി എഴുതിയാൽ മതി. എന്ത് കിട്ടും? 1 into 0 0, 2 into 3 എന്ന് പറഞ്ഞാൽ 6. ഇവിടെ 1 plus 8 എന്നൊരു, ദാറ്റ് ഈസ് 9. ഇവിടെ എന്ത് വരും? 0 plus 12, ദാറ്റ് ഈസ് 12. ഇവിടെ 3 plus 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 19. ഇതായിരിക്കും ഇവിടെ AB എന്ന് പറയുന്നതിന്റെ ആൻസർ. ഇങ്ങനെ വേണം ഗുണിക്കാൻ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടി നോക്കിക്കോ. ഇപ്പോ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അത് 1 4 5 2 3 1 ആണെന്ന് എഴുതിക്കോ. 2 3 1 കാണുമ്പോൾ തന്നെ ഓർഡർ എഴുതിക്കൊള്ളണം. ദാറ്റ് ഈസ് 2/3. ഇനി B എന്ന് പറയുന്ന അടുത്തൊരു മെട്രിക്സ് ഉണ്ട്. എന്താണ് ഓർഡർ? 3/2 ആണ്. 3/2, 3 റോ 2 കോളം. ഇനി നോക്കടാ, ഇതിന് ചെക്ക് ചെയ്യുക ആദ്യം. AB കാണാൻ സാധിക്കൂലേ നോക്ക്. AB കാണുമ്പോ എന്താ നോക്കേണ്ടത്? ഫസ്റ്റത്തെ 2/3 ആണ്, രണ്ടാമത്തതിന്റെ 3/2 ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊന്ന് കട്ട് ചെയ്ത് പോയാൽ റിസൾട്ടന്റ് മെട്രിക്സ് തന്നെ ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. റിസൾട്ടന്റ് മെട്രിക്സ് എന്താ? ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. അപ്പോ 2/2 മെട്രിക്സ് ഏത് കോലത്തിലാണ് ഉണ്ടാവുക? A11, A12, A21 ആൻഡ് A22 ഈ കോലത്തിലാണ് ഉണ്ടാവുക. ഇനി എങ്ങനെ ചെയ്യും? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ മെട്രിക്സിനെ റോ ബേസിൽ കട്ട് ചെയ്യണം, ഇതിനെ കോളം ബേസിലും കട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ റോ ബേസിൽ കട്ട് ചെയ്തു, കോളം ബേസിലും കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നോക്ക് 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 നോക്ക്. A11 അല്ലേ? A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം.
അപ്പൊ അതാ ഫസ്റ്റ് റോ ഇത്, ഫസ്റ്റ് കോളം അത്. അപ്പൊ 1 into 2 1 into 2 plus 4 into 1 4 into 1 plus 5 into 0 5 into 0. അപ്പൊ എങ്ങനെ ചെയ്യാ? A11 തന്നെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും. ഫസ്റ്റ് റോ ഇതാണ്, ഫസ്റ്റ് കോളം ഇതാണ്. ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെന്റ്, ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെന്റ്, ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ്, ഫസ്റ്റ് കോളത്തിലെ രണ്ടാമത്തെ എലമെന്റ്, പിന്നെ മൂന്നാമത്തെയും ഇങ്ങനെ ചെയ്യാം. ഇനി A12 എങ്ങനെ ചെയ്യും? A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അതെങ്ങനെ കിട്ടുടാ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പൊ ഇതും അപ്പൊ 1 into 1 plus 4 into 0 plus 5 into 2. അത് ചെയ്താൽ അതിന്റെ ആൻസർ. ഇനി A21 എങ്ങനെ A21 ചെയ്യും? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. എങ്ങനെ ചെയ്യടാ? 2 into 2 plus 3 into 1 3 into 1 plus 1 into 0 plus 1 into 0. ഇനി A22 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പൊ എങ്ങനെ കിട്ടും? 2 into 1 plus 3 into 0 plus 1 into 2. Okay, that is equal to എത്ര കിട്ടി? 2 plus 4 that is 6. ഇവിടെ 1 plus 10 that is 11. ഇവിടെ 4 plus 3 അത് 7 ആണ്. ഇവിടെ എന്ത് കിട്ടും? 2 plus 2 that is 4. ഇതായിരിക്കും അതിന്റെ ആൻസർ. 6 11 7 4. അപ്പോ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. കേട്ടോ? അപ്പോ ഇതിൽ നമ്മൾ AB ചെയ്തു. ഇനി ഇതിൽ നോക്കി തിരിച്ച് BA എന്ന് പറയുന്നതിൽ ചെയ്യാൻ പറ്റുമോ? BA ഇതിൽ ചെയ്യാൻ പറ്റുമല്ലേ? BA എങ്ങനെ BA ചെയ്യാൻ പറ്റുമല്ലേ നോക്കുക. ഫസ്റ്റ് BA എഴുതി വെക്കുക. എന്ത് വരും? 3/2 ആണ് ബിന്റേത്. എന്റെ ഓർഡർ എന്താ? 2/3 ആണ്. 2 2 കട്ട് ചെയ്തു. അപ്പോഴും ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് കിട്ടും? ഒരു 3/3 ഫോമിലുള്ള മെട്രിക്സ് കിട്ടും. ഓക്കെ, അത് ചെയ്തു നോക്കിയാൽ മതി. അപ്പോ ഇത്രയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലുള്ളത്. ഓക്കെ, ഇനി ചില സമയത്ത് A എന്ന് പറയുന്ന മെട്രിക്സ് മാത്രം തരും. A എന്ന് പറയുന്ന മെട്രിക്സ് മാത്രം തരും. എന്നിട്ട് A² കാണാൻ പറയും. A എന്ന് പറയുന്ന മെട്രിക്സ് മാത്രം തന്നിട്ട് A² കാണാൻ പറയും. അതെങ്ങനെ ചെയ്യും? നോക്ക്, A എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 2 4 2 1 എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സ് ആണെന്ന് എഴുതിക്കോ. നമ്മളോട് കാണാൻ പറയുന്നത് A² ആണെന്ന് എഴുതിക്കോ. A² ആണ് കാണുന്നത്. A². എങ്ങനെയാവും ചെയ്യാ? ശരിക്കും A into B എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടാവും, B എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടാവും. അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്നല്ലേ അർത്ഥം. ഇവിടെ A² എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? A എന്ന് പറയുന്ന മെട്രിക്സിനെ A എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യടാ? 2 4 2 1 into വീണ്ടും 2 4 2 1. കണ്ടല്ലോ? ഇതിനെ റോ ബേസിലും കോളം ബേസിലും കട്ട് ചെയ്യുക. ഇതൊരു 2/2 ആണ്, ഇതൊരു 2/2 ആണ്. അതുകൊണ്ട് റിസൾട്ടന്റ് മെട്രിക്സും ഏത് ഓർഡർ തന്നെ ആയിരിക്കും? 2/2 ഓർഡർ തന്നെ ആയിരിക്കും. അപ്പോ അതിന്റെ ജനറൽ ഫോം എങ്ങനെ വരും? A11 A12 A21 and A22. എങ്ങനെ A11 കിട്ടും? ഇതിലെ ഫസ്റ്റ് റോ ഇതിലെ ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് 2 into 2 plus 4 into 2. അപ്പൊ ഇത് കിട്ടും. A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ദാറ്റ് ഈസ് 2 into 4 plus 4 into 1. A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് 2 into 2 plus 1 into 2. A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ സെക്കൻഡ് കോളം ദാറ്റ് ഈസ് 2 into 4 plus 1 into 1. അത്രയും ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഒക്കെ കിട്ടും. അപ്പൊ ഇത്ര സിമ്പിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ. എല്ലാ ക്വസ്റ്റ്യനുകളും മെറ്റീരിയലും എല്ലാ ക്വസ്റ്റ്യനുകളും ചെയ്തു നോക്കണം. അപ്പൊ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ.